ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആമിക്കുട്ടിക്ക് ഒരു ആർട്ട് സെക്ഷനുള്ള ദിവസമായിരുന്നേ. അപ്പോൾ അത് നടക്കുന്നത് നമ്മുടെ ലേണിംഗ് ആൻഡ് റിസോഴ്സ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഇതിലവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റിങ്ങും പിന്നെ റീഡിങ്ങും, ഈ 2 സെക്ഷൻസാണ്. അതാരും ഇവർ അസിസ്റ്റ് ചെയ്യത്തില്ല, പാരൻസ് തന്നെയാണ് അതിനിവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 16 മന്തുള്ള കുട്ടി എന്ത് പെയിൻറ്റ് ചെയ്യാനാ, എന്ത് റീഡ് ചെയ്യാനാണ്. കറക്റ്റ് തന്നെയാണ്. ഈ 16 മന്തുള്ള പിള്ളേർ ഇപ്പോൾ എന്ത് വരയ്ക്കാനാണ്, അത് നമ്മളും എന്തായാലും ചിന്തിക്കും. പക്ഷേ ഇവിടെ നമ്മൾ 12 മന്തിൻ്റെ ടൈമിൽ ഇവിടെ നമ്മൾ ഇതുപോലെ ഈ സെയിം സെക്ഷന് കൊണ്ടുവന്നപ്പോൾ അവൾ ഈ ക്രയോൺസൊക്കെ എടുത്ത് വായിലിടുമായിരുന്നു, പിന്നെ അതൊക്കെ കടിക്കുമായിരുന്നു. അവൾ പേപ്പറിലൊന്നും ഒരു ചെറിയ ലൈന് പോലും അവൾ വരയ്ക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 16 മന്ത് ആയ സമയത്ത് നമ്മൾ ഇവളെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെക്ഷന് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അവൾക്ക് അറിയാം അത് എന്തോ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണെന്ന്. അപ്പോൾ ഇവളിപ്പോൾ ചെറുതായിട്ട് പേപ്പേഴ്സിലൊക്കെ ഇങ്ങനെ ഓരോ ലൈൻ ഇടും, അവളായിട്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവരുടെ സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ വീട്ടിലും ഇതുപോലെ ക്രയോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അവളിതുപോലെ ട്രൈ ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് കുട്ടികളുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെ കഴിവുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സെക്ഷനാണിത്. പിന്നെ മറ്റുള്ള കുട്ടികളായിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻസൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോട്ടലി ഈ സെക്ഷനുള്ളത് 2 ഹവറാണ്. അതായത് 1 ഹവർ കളറിങ്ങിനും പിന്നെ 1 ഹവർ റീഡിങ്ങിനും, അങ്ങനെയാണ്. അപ്പം നമുക്ക് റീഡിങ്ങിൻ്റെ സെക്ഷനിലും ഇതുപോലെ തന്നെ നമുക്ക് ഇവരുടെ കൂടെ ഇരുന്ന് നമുക്ക് ഇവർക്ക് ബുക്സൊക്കെ കാണിച്ചു കൊടുക്കാം. സെൻസറി ബുക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവരെ നല്ല രീതിയിൽ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രയോൺസൊക്കെ ഇവർ നമ്മളോട് പറയുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് തന്നെ അസിസ്റ്റ് ചെയ്യും കുട്ടികളുടെ അടുത്ത് തിരിച്ച് ബോക്സിലോട്ട് വയ്ക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്യും. ഫസ്റ്റൊന്നും ഇവൾ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണതിനനുസരിച്ചിട്ട് അവൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. റീഡിങ് സെക്ഷന് വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിഡ്സിന് സെപ്പറേറ്റ് തന്നെ ഒരു റീഡിങ് സെക്ഷനാണ്. അപ്പോൾ ആമിക്കുട്ടി അവൾക്ക് വേണ്ട ബുക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയറിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ഫസ്റ്റൊന്നും അവളിങ്ങനെ ഇരിക്കുക പോലും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾ കുറച്ചൊക്കെ അതിനോടൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റൊക്കെ വന്നു. അങ്ങനെ എന്തായാലും നല്ലൊരു സെക്ഷനായിരുന്നു ഇന്നത്തെ.